അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സലഫി മൗലവിയുടെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. പ്രഭാഷണത്തിലെ ഒരു ചെറിയ ശകലം. എല്ലാ പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇപ്പോ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ, അതുപോലെ മുസ്ലിം പള്ളികൾ, ആ പള്ളികളൊന്നും മുസ്ലിം പള്ളികളല്ല, അതൊക്കെ ക്ഷേത്രങ്ങളാണെന്നും അവിടെ ഇമാമ് നിൽക്കുന്ന പണ്ഡിതന്മാര് അവരൊക്കെ ക്ഷേത്രങ്ങളിലെ സ്വാമിമാരാണെന്നോ പറയുന്നത്. ഒരു മുസ്ലിമിനെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് അത്ഭുതപ്പെടുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കും. അതിന് മറുപടി പറയാനുള്ളത്, ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാര് ഈ വിദേഹത്തിനെതിരെ ഇത്ര രൂക്ഷമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നത്. സാധാരണക്കാർക്കിടയിൽ ഇത്തരം പിഴച്ച വാദങ്ങളുമായി വരുന്നത് അതിന്റെ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്തായാലും അദ്ദേഹം ആ പറഞ്ഞത് മതമല്ല എന്ന് അറിയാത്ത ജനറൽ മുസ്ലിങ്ങൾ, അതിനദ്ദേഹം പഠിക്കണമെന്നൊന്നുമില്ല. ഈ സലഫികളല്ലാത്ത എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം ആ പറഞ്ഞതെന്നല്ല മതമല്ല. ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ ആക്ഷേപിക്കാൻ കഴിയുന്നു? മുസ്ലിങ്ങളൊക്കെ ഇസ്ലാമിനെ പുറത്താക്കാനും കാഫറുകളാക്കാനും ഈ അന്യമതസ്ഥർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ആ പറഞ്ഞതിന്റെ ഗൗരവം ഇന്ത്യൻ സാഹചര്യങ്ങൾ അറിയാത്ത ആളാണോ ഈ മൗലവി? അല്ല. ഈ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് പറയുന്നത് മനസ്സിലായ? ഒരു 95% പള്ളികളും അദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്താണ്? ക്ഷേത്രങ്ങളാണ്. അവിടെയുള്ള ഇമാമിങ്ങളൊക്കെ എന്താണ്? സ്വാമിമാരാണ്. അതൊരു വശം. മറ്റൊരു വശം നോക്കിയേ, ഇതര മതസ്ഥർക്ക് ഇഷ്ടമാവുക സംസാരം. നമ്മളെ കുറിച്ച് അങ്ങനെ പറയണ പുറത്തുള്ള ഒരാൾ, നമുക്കത് ഇഷ്ടാവില്ല അങ്ങനെ പറയുന്നത്. പിന്നെ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കുറെ മുസ്ലിങ്ങള് നമസ്കരിക്കുന്ന ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരു പ്രയോഗം തന്നെ അവർക്ക് ഇഷ്ടാവില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്ന, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇസ്ലാമിനോട് വെറുപ്പ് തോന്നാൻ കാരണമാവുന്ന ഇത്തരം പ്രയോഗങ്ങള് സലഫി മൗലവിമാരുടെ ഭാഗത്തു നിന്ന് മാത്രം വരുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ? യാഥാസ്ഥിക പാരമ്പര്യ സുന്നി പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും സംസാരങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഇസ്ലാമിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറയുന്നു എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ മാത്രം ഇങ്ങനെ ഈ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരങ്ങൾ പറഞ്ഞെന്ന് വെച്ചാല് ഇവർക്ക് മതവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിന്റെ ഖുർആന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ആ മധ്യമ നിലപാടുണ്ടല്ലോ, അതാണല്ലോ ദീന്. അത് അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്തത്, പറച്ചിലോ സംസാരത്തിലോ പ്രവർത്തികളിലോ കൊണ്ടുവരാൻ കഴിയാത്തത്, അവർ ഫോളോ ചെയ്യുന്നത് ഖുർആൻ അധ്യാപനങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. ഇത്തരം ഒരു വിഭാഗം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം വിഭാഗങ്ങള് എന്താണ് പറഞ്ഞിരുന്നത്, അവരെങ്ങനെയാണ് മുസ്ലിങ്ങളെ കാഫറാക്കിയിരുന്നത്, അവരും ഇവരുമായി എന്താണ് ബന്ധമുള്ളത് എന്നുള്ള 1-2 വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ സാധാരണക്കാരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈമാൻ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്, പരലോകം നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരം മൗലവിമാര് അറിയാതെയോ അറിഞ്ഞോ ശ്രമിക്കുന്നത് എന്നെങ്കിലും തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം എല്ലാ സലഫി മൗലവിമാരുടെ മനസ്സിലുള്ള വിശ്വാസമാണ് പറയുന്നത്. അവര് ഖുർആനോദി അവരുടെ അണികൾ ഇരിക്കുന്ന ഒരാൾ പോലും അതിനെ തിരുത്താൻ തയ്യാറാവുന്നില്ലല്ലോ. ഇത്തരം ഗൗരവമുള്ള ഒരു വളരെ വിഷലിപ്തമായ ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് അതിനെതിരെ പറയാൻ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് തോന്നാത്തെന്ന് വെച്ചാൽ മിക്ക മൗലവിമാരുടെ, മിക്ക സലഫി പണ്ഡിതന്മാരുടെയും പ്രവർത്തകരുടെ ഉള്ളില് ഈ ഒരു തീവ്രമായ ഈ ഭീകരവാദം ഇവരടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇൻഷാ അല്ലാഹ് ഇവർ മതവുമായി ബന്ധം ഉള്ളവരാണോ അല്ലേ എന്നുള്ള വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ 1-2 തുടർന്ന് കാണണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.